നമ്മോടൊപ്പം ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ് കൂടി ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, എങ്ങനെയാണ് ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത് താങ്കൾ? ബഡ്ജറ്റ് സത്യത്തിൽ നമുക്കിപ്പോ അവസാനം വന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് എല്ലാവരും ആദായ നികുതി കാണിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ അത് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ഏതായാലും നിലവിൽ നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് 12 ലക്ഷം രൂപ വരെ എന്ന് കണക്കാക്കും. പക്ഷെ അത് അത്തരത്തിലാണോ? 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് പൂർണ്ണമായും നികുതി ഒഴിവായോ എന്നുള്ളത് വ്യക്തമല്ല. അതിലെ ചില ഇളവുകൾ പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ അത്രയും വരുമാനമുള്ളവർക്ക് നികുതിയിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ കഴിയും. ഏതായാലും അതാണ്. പക്ഷേ അത് ഈ നിർമ്മലാ സീതാരാമന്റെ ബജറ്റുകളിലെല്ലാം എല്ലാ കാലങ്ങളും ഉള്ളതാണെങ്കിൽ പോലും ഈ ഇൻകം ടാക്സ് അതിൻ്റെ കാര്യത്തിലുള്ള കുറവ് അല്ലെങ്കിൽ അതിൻ്റെ സ്ലാബ് വർധനവ് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സാധാരണക്കാരന് ഗുണപരമാകുന്ന, ഈ രാജ്യത്തെ കർഷകർക്കും അധ്വാനിക്കുന്നവനും ഗുണപരമാകുന്ന, ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന സാമ്പത്തിക വ്യവസ്ഥയെ സുഭദ്രമാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഘടകം എന്നത് കേരളത്തെ സംബന്ധിച്ചാണ്. കേരളം മുമ്പോട്ട് വെച്ച ആവശ്യങ്ങൾ അർഹമായതുപോലും അവഗണിക്കുന്ന അവസ്ഥ, പ്രത്യേകിച്ച് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അടിവരയിടുന്നു. ആ അർത്ഥത്തിൽ ഈ ബജറ്റിനെ നോക്കിക്കാണുമ്പോൾ ഏതൊക്കെ നിരീക്ഷണമാണ് താങ്കൾ മുമ്പോട്ട് വെക്കുന്നത്? ആ രണ്ട് പ്രശ്നങ്ങളാണ്. അതായത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ 3 തുടർച്ചയായ വർഷങ്ങളിൽ നമ്മൾ വളർച്ചയുടെ കാര്യത്തിൽ താഴോട്ട് പോകുന്നു. 6.4% മാത്രം വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അതിനകത്ത് ഉത്കണ്ഠാകുലമാകുന്ന കാര്യം ഉയർന്ന പണപ്പെരുപ്പം, അതും പ്രത്യേകിച്ച് ഭക്ഷ്യപണപ്പെരുപ്പം 8% മുകളിൽ നിൽക്കുന്നു. ആളുകളുടെ വരുമാനം കുറയുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ അടിസ്ഥാനപരമായ ആ പ്രശ്നങ്ങളെ സമീപിക്കുന്നതിൽ ബഡ്ജറ്റ് വല്ലാതെ ദൗർബല്യമാണ് പുലർത്തുന്നത്. അപ്പൊ ഒരു തരത്തിലുള്ള പ്രപ്പോസലും അങ്ങനെ സാധാരണക്കാരനെ ഈ നേരിട്ട്, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനോ തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ നാമമാത്ര വരുമാനക്കാരന്റെ വരുമാനം ഉയർത്തുന്നതിനോ അടക്കമുള്ള ഒരു പ്രപ്പോസലും ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്നില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, വളർച്ചയുടെ കാര്യത്തിലുണ്ടായിരുന്ന മുരടിപ്പ്, വിലക്കയറ്റം, പണപ്പെരുപ്പം, രൂപയുടെ വിലത്തകർച്ച അടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാതെ പോകുന്നൊരു ബഡ്ജറ്റാണ്. അവിടെ കൊണ്ടുവന്ന് വലിയൊരു കയ്യടി നേടുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ഡൽഹിയിലെയും ബീഹാറിലെയും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മധ്യവർഗ താല്പര്യം, ഉപരിമധ്യവർഗ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു രാജ്യത്തെ പ്രശ്നങ്ങളോട് നിഷേധാത്മക സമീപനം പുലർത്തുന്ന ഒരു ബഡ്ജറ്റാണ്. അതാണ് അതിനകത്തുള്ള പ്രശ്നം. അടിസ്ഥാന പ്രശ്നങ്ങൾ മാനിക്കുന്നില്ല ഇപ്പോഴും. നിർമ്മലാ സീതാരാമന്റെ ഓരോ ബഡ്ജറ്റിലുള്ള പ്രശ്നം അതാണ്. അതായത് 11 കോടി ആളുകൾ നമ്മൾ നിത്യദാരിദ്ര്യത്തിലാണ്. അതായത് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന, അതിലും താഴെയാണ് 11 കോടി ആൾ. നമ്മൾ കണ്ടെത്തിയതല്ല, അന്താരാഷ്ട്ര ഏജൻസികൾ ലോകത്തെ 1-ാം സ്ഥാനത്താണ് ആ കാര്യത്തിൽ ഇന്ത്യ. അതിദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പൊ അവിടേക്കുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യും. മാത്രമല്ല കോർപ്പറേറ്റുകളെ നന്നായി താലോലിച്ചിട്ടുണ്ട്. അതും ഒരു പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ്. ആ നികുതി ഇളവുകളും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്നത് സാധാരണക്കാരനുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളിലുമല്ല. മറിച്ച് മാത്രമല്ല ഇത്തവണ ഈ കോവിഡ് കാലത്തിന്റെ പാക്കേജിന്റെ കാര്യത്തിലടക്കം ഫോർഗോൺ ചെയ്തിട്ടുള്ള, അന്ന് കുറച്ചു കൊടുത്തിട്ടുള്ള കോർപ്പറേറ്റ് ടാക്സുകളുടെ കാര്യത്തിലൊന്നും ഒരിതും വരുത്തിയിട്ടില്ല. ഇപ്പൊ ഡയറക്ട് ടാക്സിൽ ഈ കുറവുണ്ട്, അതായത് ഇൻകം ടാക്സിൽ ഇളവുണ്ട്. 1 ലക്ഷം കോടി രൂപയുടെ നികുതി നഷ്ടം ഉണ്ടാവുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതേസമയത്ത് കോവിഡിന് ശേഷം ഓരോ വർഷവും ഒരു 3 കോടിയിലധികം രൂപ കോർപ്പറേറ്റുകൾക്ക് ഈ പാക്കേജുകളുടെ രൂപത്തിൽ എഴുതി തള്ളി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം വരുത്തുന്നതിനോ, അതായത് വല്ലാതെ രീതിയിൽ അപ്പൊ അവർക്ക് മനസ്സിലായി. കാരണം ഇവിടെ അഭിപ്രായം രൂപീകരിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് BJPക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. മിഡിൽ ക്ലാസും അതുപോലെ തന്നെ ശതകോടീശ്വരന്മാർ ഹൈ നെറ്റ്വർത്ത് ആൾക്കാരുമാണ് എന്ന് മനസ്സിലായി. തന്റെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെല്ലാം അതിലൂടെ ഈ ശബ്ദങ്ങളാണ് പുറത്തു വരുന്നതെന്ന് മനസ്സിലായപ്പോൾ അവരുടെ പക്ഷേ ഈ മിഡിൽ ക്ലാസിന്റെ കാര്യത്തിലും അവരുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇവരുടെ ഒന്നും പർച്ചേസിംഗ് കപ്പാസിറ്റി ഉയർത്തുന്ന തരത്തിലേക്കുള്ള ക്രിയേറ്റീവായ ഒരു ഘടകവും ഇതിലില്ല, അല്ലേ?
അതെ, അതാണ്. അതായത് നമ്മുടെ ഈ ഗ്രോത്ത് താഴോട്ട് പോകാനുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ ഗ്രോത്ത് താഴോട്ട് പോകാനുള്ള അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇക്കോണമിയിൽ ആവശ്യമായ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നില്ല. അതിന്റെ കാരണം ആളുകളുടെ പർച്ചേസിംഗ് പവർ വല്ലാതെ താഴോട്ട് പോകുന്നു. അതിനെങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത്? അത് ഈ മധ്യവർഗത്തിന് കുറച്ച് ടാക്സ് ഇളവ് കൊടുക്കുന്നതുകൊണ്ടല്ല, സാധാരണക്കാരായ തീരെ ദാരിദ്ര്യത്തിലുള്ള ആളുകളുടെ കയ്യിലേക്ക് എന്നാൽ മാത്രമേ അത് വിപണിയിലേക്ക് ഇറങ്ങൂ, വിപണി സജീവമാവൂ. വെൽഫെയർ ഒരു വാക്ക്, ക്ഷേമം എന്ന് പറയുന്ന ഒരു വാക്ക് ബഡ്ജറ്റിൽ ഉച്ചരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അത് വെൽഫെയർ മെഷേഴ്സ്, അതിസാധാരണക്കാരായിട്ടുള്ള നിത്യദരിദ്രത്തിൽ കഴിയുന്ന വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ വെൽഫെയർ മെഷേഴ്സിനെ കുറിച്ച് ഒരു വാക്ക് ബഡ്ജറ്റ് മിണ്ടുന്നില്ല. അവിടെയാണ് പ്രശ്നം. അവരുടെ കയ്യിലേക്കാണ് പണം എത്തേണ്ടത്, അവരാണ് സ്പെൻഡ് ചെയ്യുന്നത്, അവരാണ് ഇത്തിരി മാർക്കറ്റിൽ പോയിട്ട് ഉപ്പോ മുളകോ അരിയോ ബിസ്ക്കറ്റോ പഞ്ചസാര എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നത്. അല്ലാതെ മിഡിൽ ക്ലാസ്സിന് മുകളിൽ നിൽക്കുന്ന അപ്പർ മിഡിൽ ക്ലാസ്സിലും ഹൈ നെറ്റ്വർത്തായ ആളുകൾക്ക് അതിൽ പണം വരുന്നു എന്നുള്ളത് കൊണ്ട് അവർ രാജ്യത്ത് സ്പെൻഡ് ചെയ്യുന്ന ആളുകളല്ല പൊതുവെ നമ്മൾ പരിശോധിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ എന്ത് ക്രൈസിസ് നമ്മുടെ സമ്പദ്ഘടനയിൽ ഉണ്ടായിരുന്ന ബേസിക് റീസൺ എന്താണോ. പിന്നീട് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ പല ആശങ്കകൾ ഉള്ള കാര്യമാണ്. അത് വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കാണ് അതിൻ്റെ വിഹിതങ്ങൾ വെട്ടിക്കുറച്ചത്. ഈ ഗ്രാമീണ തൊഴിൽ മേഖലയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് പുഷ്ടിപ്പെടുത്തുന്ന എന്തൊക്കെ ഇടപെടലുകൾ ഈ ബജറ്റിലുണ്ട്? ഒന്ന്. രണ്ട്, കാർഷിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ തന്നെ നിരവധി സമരങ്ങൾ, ആശങ്കകളൊക്കെ കർഷകരുടെ ഭാഗത്തുണ്ട്. അത് പരിഹരിക്കുന്ന എന്ത് നിർദ്ദേശങ്ങളുണ്ട്? ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ബജറ്റ് എന്താണ് മുമ്പോട്ട് വെക്കുന്നത്, ജോർജ് ജോസഫ്? അവിടെ ഒരു പ്രശ്നം നമ്മൾ ഇന്നലെ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നത് കാർഷികവും അലൈഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട മേഖലകളുമാണ് GDP-യുടെ 16% സംഭാവന ചെയ്യുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. പക്ഷെ എന്താണ് കാർഷിക മേഖലയ്ക്ക്? ചുമ്മാ ഇങ്ങനെ കിസാൻ ക്രെഡിറ്റ് കാർഡില് അങ്ങനെ ആക്കിയിട്ടുണ്ട്, അത് 3 ലക്ഷം എന്നുള്ള 5 ലക്ഷം ആക്കി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞു. ആകെ പറഞ്ഞിരിക്കുന്നത് താമര വിത്തിന്റെ കാര്യത്തിൽ ബീഹാറിൽ സ്പെഷ്യൽ ഒരു ബോർഡ് ഉണ്ടാക്കും. ഇങ്ങനെയുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു പോകുന്ന പോലെ പറഞ്ഞു പോയിട്ടുണ്ടെന്നല്ലാതെ അവിടുത്തെ പ്രശ്നങ്ങൾ നേരിടുന്നതിന്, അതിനെ ലിഫ്റ്റ് ചെയ്യുന്നതിന്, ആ മേഖലയെ, അതായത് 45% ആളുകൾ ജീവിക്കുന്നത് കാർഷിക മേഖലയിൽ ജോലി എടുത്തുകൊണ്ടാണ്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ നിരന്തരം പല വേദികളിൽ വിദഗ്ധരും അല്ലാത്ത ആളുകളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷക പ്രക്ഷോഭത്തിലായിരിക്കുന്നത് തന്നെയുള്ള പ്രശ്നം നമുക്കറിയാം. ഇപ്പൊ താങ്ങുവിലയുടെ കാര്യത്തിൽ ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? അത് നിയമവിധേയമാക്കണമെന്നും പറഞ്ഞ് കർഷകർ 3 കൊല്ലമായിട്ട് അവിടെ നിരന്തരം ത്യാഗം സഹിച്ച് സമരം ചെയ്യണമെന്ന് നമുക്കറിയാം. തീർച്ചയായും ഈ കർഷകരുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തെങ്ങ് കർഷകരുടെ കാര്യത്തിലും റബ്ബർ കർഷകരുടെ കാര്യത്തിലും ഒക്കെ കേരളത്തിന്റെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നോക്കേണ്ട ഒന്നുണ്ട്. അത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണോ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു പാക്കേജ് ആർക്കും പ്രത്യേകിച്ച് അനൗൺസ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയും. പക്ഷെ ബീഹാർക്ക് പാക്കേജ് ആവശ്യമുണ്ട്. പക്ഷെ കേരളം ആവശ്യപ്പെടുന്ന പാക്കേജ് ആ പാക്കേജ് അല്ല. കേരളത്തിന് കൃത്യമായി പാക്കേജ് കൊടുക്കാനുള്ള എല്ലാ ന്യായീകരണവും കാരണവുമുണ്ട്. കാരണം നമ്മളെ വലിയൊരു പ്രകൃതി ദുരന്തം, ആ പ്രകൃതി ദുരന്തത്തിൽ സർവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂമായിട്ട് റിലീഫ് ഉണ്ടായില്ല. എത്ര തവണ ആവശ്യപ്പെട്ടിട്ടും 100 കോടി രൂപയുടെ ഒരു സഹായം ചെയ്യാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇടക്കാല ആനുകൂല്യം പോലും തന്നില്ല. അത് ഈ കൊറോണയ്ക്ക് ശേഷം നടന്ന എല്ലാ ഘട്ടങ്ങളിലും, അതായത് പ്രളയത്തിന്റെ ഘട്ടത്തിൽ, കൊറോണയുടെ ഘട്ടത്തിൽ, ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിന്റെ ഘട്ടത്തിലൊക്കെ. അതെ. അപ്പൊ ആ ഘട്ടത്തിലെല്ലാം നമ്മൾ ഇങ്ങനെ പലപ്പോഴും ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തവണ ഈ 2000 കോടി രൂപയുടെ ഒരു ആവശ്യം കേരളം മുന്നോട്ട് വെച്ചു. ഒരു പ്രത്യേക പാക്കേജ് വേണം. കാരണം കേരളത്തിന്റെ അവസ്ഥ, സ്ഥിതിവിശേഷം അങ്ങനെയാണ്. നമുക്ക് ആ സ്വന്തമായി മൊബിലൈസ് ചെയ്ത ഫണ്ട്, അവിടെ പുനരുദ്ധാരണ ഫണ്ട് കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഒരു കാര്യം അവിടെ അനൗൺസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തെ എവിടെയാണ് ബഡ്ജറ്റ് സ്പർശിച്ചിരിക്കുന്നത്? കേരളത്തിന്റെ കാര്യം വിടട്ടെ, പക്ഷെ സൗത്ത് ഇന്ത്യയെ ദക്ഷിണേന്ത്യക്കാരിയായ ധനമന്ത്രി എന്ന വിരോധാഭാസമുണ്ട്. അതെ. അവരെവിടെയാണ് ദക്ഷിണേന്ത്യയിലെ എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു തിരുക്കുറലിന്റെ 2 വരി കോട്ടി ഞാൻ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. നോർത്ത് ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പോയിരിക്കുന്നു, പ്രത്യേകിച്ച് ബീഹാർ. അപ്പോ ഈ സൗത്ത് ഇന്ത്യയുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല.
അത് നമ്മൾ ആ രീതിയിൽ ഒരു വിഭാഗീയമായിട്ട് പറയുന്നത്. പക്ഷെ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ച് നമുക്ക് ഇരിക്കാൻ കഴിയില്ല. അപ്പൊ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനം, തമിഴ്നാട്ടിലും പ്രകൃതി ദുരന്തം കാര്യമായിട്ട് നേരിട്ടിരുന്നു, കർണാടകയ്ക്കും പ്രകൃതി ദുരന്തം നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നിൽക്കുമ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു നിർദ്ദേശം നമ്മൾ ബഡ്ജറ്റിൽ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഒരു ബഡ്ജറ്റിൽ ഒരു സംസ്ഥാനത്തെ പ്രത്യേകിച്ച് എന്തെങ്കിലും എടുത്തു പറയുക എന്നുള്ളതില്ല എന്ന് വേണമെങ്കിൽ ഒരു ന്യായീകരണം ഉന്നയിക്കാം.